നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒരു മാസത്തിലേറെയായി സമരത്തിലിരിക്കുന്ന ആശാവർക്കർമാരുടെ ആവശ്യം പരിഗണിക്കാനുള്ള തീരുമാനവുമായി UDF. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും. പഞ്ചായത്ത് കമ്മിറ്റികൾ ചേർന്ന് വിഷയത്തിൽ നയപരമായ തീരുമാനമെടുക്കും. ഇത് സംബന്ധിച്ച KPCC സർക്കുലർ ഉടൻ ഉണ്ടാകുമെന്നും നേതൃത്വങ്ങൾ വ്യക്തമാക്കി. ഔദ്യോഗികമായി കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്ക് സർക്കുലർ നൽകാനാണ് തീരുമാനം. കുറഞ്ഞത് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആശാവർക്കർമാർക്ക് 1000 രൂപ അധിക ഇൻസെന്റീവ് കോൺഗ്രസ് ഭരിക്കുന്ന കൊല്ലം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഒരു പഞ്ചായത്തും സമാനമായ നടപടി സ്വീകരിച്ചിരുന്നു. UDFന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. അതേസമയം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം 44ാം ദിവസത്തിലേക്ക് കടന്നു. ആശമാരുടെ കൂട്ട ഉപവാസം ഇന്ന് 2ാം ദിവസമാണ്. സമരസമിതി നേതാവ് MA ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സമരകേന്ദ്രത്തിൽ നടക്കുന്ന നിരാഹാര സമരം ഇന്ന് 6ാം ദിവസത്തിലേക്കും കടന്നു. ഇതിനിടെ സമരവുമായി ബന്ധപ്പെട്ട് SUCIക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് സംഘടനാ നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി. ആശാവർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് INTUCയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് മാർച്ചും നടത്തും.